ധന്യ, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നിട്ട് പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രസ്താവന എന്ന് കൃത്യമായിട്ട് പറയാം നടത്തിയ അഖിൽ മാരാർ അവസാനം കേസും പ്രശ്നമായിട്ട് അതിൽ പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്താണ് അഖിൽ മാരാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അഖിൽ മാരാർ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഒളിവിലാണ് എന്നാണ് പറയുന്നത്. കാരണം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചേക്കുവാണ്. ഇപ്പോൾ തുടക്കത്തിൽ പ്രേമലാലേട്ടൻ പറഞ്ഞതുപോലെ രാജ്യവിരുദ്ധമായ പ്രസ്താവന തന്നെയാണ് നടത്തിയത്. കാരണം ഇവർക്കൊക്കെ വേണ്ടി വാദിക്കാൻ വരുന്ന പ്രതിക്കും ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് അത് എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും. എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ചില റിട്ടയർഡായ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. ഇതാണ് ആ രേഖ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇയാൾക്കൊപ്പം ആ പറഞ്ഞ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകണ്ടേ? കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു ഫേക്ക് വിവരം കൊടുത്തിട്ടുള്ള ആളുകൾ, അയാൾ പറയുന്നത് സത്യമാണ് എങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സൈനിക ഉദ്യോഗസ്ഥരെ കാണില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചവരെന്ന് ഈ വെടിക്കഥകൾ പറയുന്നവരുണ്ട്. വെടിയെന്ന് ഉദ്ദേശിച്ചത് വേറെ മറ്റേ രീതിയിലല്ല, മിമിക്രി കലാകാരന്മാർ പറയുന്ന പോലെ വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ. അതെ, അങ്ങനെ ചില കഥകളൊക്കെ എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായതുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഈ പട്ടാളക്കാരുടെ കഥകളൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഞങ്ങളുടെ സൈന്യം അവരെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ അഖിൽമാരെ കുറിച്ച് നമുക്കൊരു ചിത്രം, ഇയാൾ വലിയ വീരവാദങ്ങളൊക്കെ പറയുന്ന ആളാണ്, വലിയ തത്വചിന്തയൊക്കെ പറയുന്ന ആളാണ്. അതൊക്കെ ഈ കേട്ട മാത്രം വിശ്വസിച്ച് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ട കാര്യം എന്തായിരുന്നു ഇയാൾക്ക്? അല്ല, എന്തും പറഞ്ഞാൽ ഞാനൊരു ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് സത്യത്തിൽ അഖിൽ മാരാറെ കുറിച്ചൊക്കെ കുറേ പേര് അറിഞ്ഞു തുടങ്ങിയത്. അതിന് മുൻപേ വരെ താത്വികമായ ഒരു അവലോകനം, അങ്ങനെ ഒരു സിനിമ എങ്ങാണ്ട് ഈ അഖിൽ മാരാർ ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറം ഇയാളെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ആർക്കുമില്ല. ബിഗ് ബോസിൽ എന്നെ വിളിക്കേണ്ടി വന്നാൽ ഞാൻ ലുലുവിൽ പോയി തുണി അഴിച്ചിട്ട് നിൽക്കും എന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ് ഈ അഖിൽ മാരാർ. അപ്പോൾ അയാളുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അയാൾ തുണി അഴിച്ചത് എവിടെ പോയിട്ടാണ് എന്നുള്ളത് പിന്നീട് കണ്ട കാര്യമാണ്. പിന്നെ ബിഗ് ബോസിൽ വിജയിച്ചു. അവിടെ അയാളുടേതായ നിലപാടുകൾ, അതായത് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ മാക്സിമം നോക്കിയ ഒരാളാണ്. കുറേ പേർക്ക് അയാൾ അതിൻ്റെ അകത്ത് ഇഷ്ടവും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം കൃത്യമായ നിലപാടുകൾ പറയുന്നു. ചില സമയങ്ങളിൽ പറയുന്ന നിലപാടുകളൊക്കെ വളരെ യോജിച്ച തരത്തിലുള്ളതാണ്. ഇടയ്ക്ക് പറയും ഞാൻ മോദി ഭക്തനല്ല, ഞാൻ BJP ഭക്തനല്ല, ഞാൻ RSS ഭക്തനല്ല. അതൊക്കെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്ന കാര്യമല്ല. നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോദി വിരുദ്ധൻ. പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്ത് ധൈര്യമായി മുന്നോട്ട് പോകും, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷവും ഘടകകക്ഷികളും പിന്നെ മോദിയെ എതിർക്കുന്നവർ പോലും പറഞ്ഞത് ഞങ്ങളൊപ്പമുണ്ട്, ആദ്യം ഇത് കഴിയട്ടെ, ആദ്യം ഇന്ത്യയുടെ അടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം, നിങ്ങൾ സമാധാനത്തോടു കൂടി പോയി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു വിട്ട ഒരു പ്രതിപക്ഷം നമുക്കുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പരിപാടി പോലും മാറ്റിവെച്ചു. 10 വർഷം അദ്ദേഹം കേരളത്തിന് വേണ്ടി സംഭാവന നൽകിയതിന്റെ ഒരു വാർഷികമൊക്കെ വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതുവരെ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഉള്ള സമയത്താണ് ഒരു കാറിനകത്ത് വന്നിരുന്ന് വളരെ ബാലിശമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വായ്ത്താളം അടിച്ചുകൊണ്ട് തനിക്കെന്ന് പറയാൻ, തന്നെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ താൻ പിന്നെ എന്താ പറയുക, അവരെ എടുത്തുടുക്കും, അതുകൊണ്ട് തന്നെ ആരും ചോദ്യം ചെയ്യില്ല, പിണറായിയെ പരനാറി എന്നൊക്കെ വിളിച്ചതുപോലെ വന്നിരുന്ന് അങ്ങ് ഇന്ത്യൻ സർക്കാരിനെ ഇപ്പോൾ അങ്ങ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിച്ചു എന്ന് എപ്പോഴെങ്കിലും ഇന്ത്യ എവിടെയെങ്കിലും ഔദ്യോഗികമായി പരാമർശിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആളുകൾ എടുക്കുന്ന ഊഹാപോഹങ്ങളാണ്. ബലൂചിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ താല്പര്യമുണ്ട്. ഇന്ത്യ അതിന് ഇതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അവരവരുടെ വിക്കിപീഡിയയിൽ വരെ അത് പറയുന്നുണ്ട്, ഞങ്ങളോടൊപ്പം ഇന്ത്യ ഉണ്ട്. പക്ഷെ ബ്രാക്കറ്റിൽ അവരിട്ടിട്ടുണ്ട് ഇന്ത്യ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു വലിയ ശക്തി അവർക്ക് പിന്നിലുണ്ട്. കാരണം പഴയതുപോലെ എല്ലാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവർക്ക് യുദ്ധ കവചങ്ങളുണ്ട്, പുതിയ ആയുധ ശേഖരണങ്ങൾ അവരിലുണ്ട്. അവർക്ക് എന്തും ചെയ്യാനുള്ള സൈനികപരമായ എന്തും ചെയ്യാനുള്ള ആയുധ കോപ്പുകൾ അടക്കം അവരെ കയ്യിലുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തു? ഇത് ബലൂചിസ്ഥാനും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇന്ത്യയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പോൾ ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധം കൊടുത്തു, ശരി, അത് നമുക്ക് അങ്ങനെയാണ്, അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത്. ആയുധം കൊടുത്തിട്ട് പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹമല്ലേ അത്? പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രു രാജ്യമാണ്.
അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ തീർക്കാനായി, നമ്മുടെ സൈനികരെ തീർക്കാനായി, നമ്മുടെ ജീവനെ ഇല്ലാതാക്കാനായി, നമ്മുടെ ജനങ്ങളെ ഇല്ലാതാക്കാനായി ഭീകരരെ അയച്ചുകൊണ്ടും ഡ്രോണുകൾ വിട്ടുകൊണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് വേണ്ടി വാദിക്കുകയാണ് അഖിൽ മാരാർ. പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന്. പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികളെ പഹൽഗാമിലേക്ക് വിട്ട് നമ്മുടെ 26 പേരുടെ ജീവൻ കവർന്ന രാജ്യത്തുള്ളവരാണ് പാകിസ്ഥാനിലെ ഭീകരർ എന്ന് പറയുന്നത്. നമ്മൾ പാകിസ്ഥാനിലെ ഭരണകൂടത്തെയോ ജനങ്ങളെയോ പിന്നെ സൈന്യത്തെയോ നോവിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ ഇല്ല. അവിടുത്തെ ഭീകര താവളങ്ങളാണ് നമ്മൾ കറക്റ്റായി ലക്ഷ്യം വെച്ച് 9 ഭീകര താവളങ്ങളും ആ പരിസരത്തുള്ള ഒരു കടകൾക്ക് പോലും കേടുപാടുണ്ടാക്കാതെ നമ്മൾ തീർത്തത്. അവിടുത്തെ ഒരു മോസ്കിന് എന്താ സംഭവിച്ചതെന്ന് പറയുന്നത്, ഈ മോസ്കിനോട് ചേർന്നാണ് ഈ മസൂദ് അസറിന്റെ ഈ ഭീകര താവളം പിന്നെ കെട്ടിയിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പാവനമായി ഇവർ സൂക്ഷിക്കേണ്ട പള്ളിയുടെ കൂടെ ഒപ്പം ചേർന്നാണ് ഒരു ഭീകരന്റെ താവളം കെട്ടി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ മതം പറഞ്ഞുകൊണ്ട് ഇവർ തീവ്രവാദികളെ ഉണ്ടാക്കുന്നതല്ലാതെ മതത്തോട് ഇവർക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഭീകരവാദി ഇവർ വളർത്തുമോ? പള്ളിയെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു ഭീകരവാദി വളർത്തുമോ? ഇല്ല. അങ്ങനെയാണ് ഈ താവളങ്ങൾ ഇന്ത്യ തകർത്തത്. അവിടെ ഇരുന്നുകൊണ്ടാണ് അഖിൽ മാരാർ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്, ഈ പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിച്ചു. ഇത് കൊട്ടാരക്കര BJPയുടെ മണ്ഡലം കമ്മിറ്റി അനീഷ് കെ കര അദ്ദേഹം പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നീട് കുറച്ച് ദിവസമായി അഖിൽ മാരാറെ കാണാനില്ല. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് വിമല ബിനു, അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റാണ് അവർ, എടുക്കുന്ന കേസുകളെല്ലാം വിജയിപ്പിക്കുന്ന ഒരു അഭിഭാഷകയാണ് അവർ. ഈ കേസ് ഏറ്റെടുത്ത് കോടതിയിൽ ഇയാൾക്ക് വേണ്ടി വാദിച്ചു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ജാമ്യം നൽകുന്നത് പിന്നീട് പരിഗണിക്കാം, കാരണം കേസ് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ഞങ്ങൾ തടയുകയാണ്. ഇനിയിപ്പോൾ കോടതി തിങ്കളാഴ്ചയായിട്ട് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ കോടതിക്ക് ഇത് രാജ്യദ്രോഹമാണ് എന്ന് തോന്നിയാൽ, ഇത് രാജ്യവിരുദ്ധമായ നിലപാടുകളാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാൻ കോടതി പറയും. പിന്നീട് ജാമ്യം കിട്ടുമ്പോൾ, കാരണം ഇത് ജാമ്യം പോലും ലഭിക്കാൻ പറ്റാത്ത വകുപ്പ് എന്നൊക്കെയാണ് പറയുന്നത്, BNS 152 വകുപ്പ് പ്രകാരം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ മാരാറെ പോലുള്ളവർ, കുറച്ചുകൂടി ചിന്തിച്ചും പ്രവർത്തിച്ചും കാര്യങ്ങൾ പറയുന്നവർ, എന്തുമായി തോന്നുന്ന വിളിച്ചു പറയുന്നൊരു സ്വഭാവം അഖിൽ മാരാർക്ക് ഇല്ല. ഈ അടുത്ത കാലത്തായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു ആരാധക വൃന്ദം വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുക, പണ്ടൊന്നും നമ്മളെ ഒരു പട്ടിക്കും വിലയില്ലാതെ കിടക്കുന്ന കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ആരും കേൾക്കൂല. ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, പോകുമ്പോൾ 4 പേര് നമ്മളെ ഫോട്ടോ ഇടും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ എന്തോ സംഭവമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ സംഭവമാണ് എന്ന് കണക്കാക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ, ഇന്ത്യൻ സൈനികർ. ഇന്ത്യൻ സർക്കാരിനെയോ ഒരു നടനെയോ നടിമാരെയോ മറ്റൊരാളെപ്പോലും ഞാനതിൽ ഏറ്റവും മഹത്വമുള്ള ജോലിയും ഏറ്റവും മഹത്വമുള്ള ആളുകളുമായി കണക്കാക്കുന്ന ഇന്ത്യൻ സൈന്യത്തെയാണ്. കാരണം അവർ ജീവിക്കുന്നത് അവരുടെ വീടിന് വേണ്ടിയിട്ടല്ല, അവർ മരിക്കുന്നത്, അവർ ജീവിതത്തെ അല്ലെങ്കിൽ അവർ വീരമൃത്യു വരിക്കുന്നത്, അവർ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയാണ് ഓരോ പട്ടാളക്കാരനും വീരമൃത്യു വരിക്കുന്നത്. അവർക്കപ്പുറം ഒരാളും ഇവിടെ വലിയവനല്ല. അവിടെ ഒരു ഗ്രൂപ്പ് GD മുതൽ അവിടെ ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന മുതൽ ഏറ്റവും ഉന്നതിയിലിരിക്കുന്നത് വരെ ഉള്ള ആളുകളാണ് നമ്മുടെ ജീവൻ കാക്കുന്നവർ. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെ എന്താ പറയുക, ഇന്ത്യൻ സർക്കാരിന്, ഇന്ത്യൻ സൈന്യത്തെ നാണം കെടുത്തുന്ന ഏത് പരാമർശവും രാജ്യവിരുദ്ധം തന്നെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല.